നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രോഗികളെ വലച്ച അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ്. രോഗികളെ ചികിത്സിക്കുന്ന സമയത്താണ് ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത് എന്നാണ് ഈ ഷൂട്ടിംഗ് നടന്നത്? ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്? ഇത് നിയമവിരുദ്ധമായി ആരാണ് ഈ സിനിമ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത്? നവമി, ടോമി, സിനിമകൾക്ക് സാധാരണ ഷൂട്ടിങ്ങിനായി ഇതുപോലെ ആശുപത്രികളിലൊക്കെ അനുമതി നൽകാറുണ്ട്. പക്ഷെ അത് രോഗികളെ വലച്ചോ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലൊന്നും ഷൂട്ട് ചെയ്യാൻ പൊതുവെ അനുവദിക്കാറില്ല. മറ്റൊന്ന്, പ്രത്യേകിച്ച് ഈ സിനിമകൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും പ്രത്യേകം ഒരു അമ്പലത്തിന്റെ സെറ്റ് പോലും അവർ മറ്റൊരിടത്ത് സെറ്റിട്ടിട്ടാണ് അവർ ആ സിനിമ ചിത്രീകരിച്ചത്. അതിനിടയിലാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിരന്തരം അല്ലെങ്കിൽ രാത്രി പോലും അത്യാഹിത വിഭാഗത്തിലടക്കം രോഗികൾ എത്തുന്ന വലിയ തിരക്കേറിയ ഒരു ആശുപത്രിയിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ രോഗികളെ പോലും വലച്ചുകൊണ്ട് അല്ലെങ്കിൽ രോഗികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലേക്ക് കയറിട്ട് അവിടെ ആ അത്യാഹിത വിഭാഗം മറച്ചുകൊണ്ട് ഒരു ഷൂട്ടിംഗ് നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇന്നലെ അവിടെ നടത്തിയത്. ഇന്നലെ രാത്രി 9 മണിക്ക് ആരംഭിച്ച ഷൂട്ടിംഗ് പുലർച്ചയോളം നീണ്ടുനിന്നു. 2 ദിവസത്തേക്കുള്ള ഷൂട്ടിംഗിനാണ് അവിടെ അനുമതി നൽകിയത്, ഇന്നലെയും ഇന്നും. അപ്പോൾ ഇന്ന് രാത്രിയും ഇത് സമാനമായ രീതിയിൽ ഷൂട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ഷൂട്ടിംഗ് ഇന്ന് അവിടെ നടത്താതിരിക്കാനായിരിക്കും സാധ്യത. ഇതാരാണ് ഈ ഷൂട്ടിംഗിന് അനുമതി നൽകിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആശുപത്രി സൂപ്രണ്ടിനോടക്കം മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരാണ് ഇവിടെ ഷൂട്ടിംഗ് നടത്താൻ അനുമതി നൽകിയതെന്നുള്ളൊരു നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ആശുപത്രി വൃത്തങ്ങൾ ആരാണ് ഇതിന് അനുമതി നൽകിയതെന്ന് പുറത്തു പറയാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്തായാലും 1 മണിക്കൂറിൽ നമുക്ക് അതറിയാൻ സാധിക്കും. സാധാരണ ഇത്തരത്തിൽ ആശുപത്രിയിലൊക്കെ, സർക്കാർ ആശുപത്രിയിൽ ഷൂട്ടിങ്ങിനായി അനുമതി നൽകുന്നത് ആശുപത്രിയിലെ തന്നെ സൂപ്രണ്ടോ അല്ലെങ്കിൽ അത്രയും മാത്രം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. അവർ തന്നെയാണോ ഇവിടെയും അനുമതി നൽകിയത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ഈ അവിടെ എത്തിയ ഒരു അത്യാഹിത വിഭാഗത്തിൽ രോഗിയുമായി എത്തിയ ഒരു ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണമടക്കം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഇതുപോലെ ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. ആ സമയത്താണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അനുമതിയില്ല, അവിടെ സിനിമാ ഷൂട്ടിംഗ് നടക്കുകയാണെന്നുള്ളൊരു വിശദീകരണം സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉടൻ തന്നെ ഇദ്ദേഹം ഇത് വീഡിയോ സഹിതം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതും പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റ് അടക്കം മറച്ചുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ് നടത്തിയത്. 50ഓളം പേരും ഈ ഷൂട്ടിംഗിനായി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ടോം, നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധ ശബ്ദം ഉയർന്നു. അതൊരു ഒറ്റപ്പെട്ട പ്രതിഷേധമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അവിടെയുള്ള പല ആളുകളും, പല രോഗികളും, രോഗികൾക്കൊപ്പം എത്തിയവരൊക്കെ ഇതേ രീതിയിൽ നീരസവും അതൃപ്തിയും പ്രതിഷേധവും ഒക്കെ പ്രകടിപ്പിച്ച് കാണും. ആ സമയം മറ്റു രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും, ഈ രീതിയിൽ ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അത് നിർത്തിവെക്കുന്ന കാര്യത്തിലൊരു നടപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? ഇല്ല ടോം, അതായത് ഈ അവർക്ക് അനുമതി നൽകിയതാണ്. ഈ 50ഓളം അണിയറ പ്രവർത്തകർ ഈ ആശുപത്രിയുടെ ഉള്ളിലേക്ക് എത്തി. അവർ ഈ കയർ ഉപയോഗിച്ച് അവിടേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാനുള്ള രീതിയിലേക്ക് തടസ്സം സൃഷ്ടിച്ച് അവിടെ ആളുകളെ നിർത്തിയതിനു ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. 9 മണിയോടുകൂടിയാണ് ഈ അത്യാഹിത വിഭാഗത്തിലെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പരിമിതമായിട്ടുള്ള സ്ഥലമാണ്, നമുക്കറിയാം. ആക്സിഡന്റ് പോലുള്ള എമർജൻസി കേസുകളിലേക്ക് വേഗം എത്തിക്കേണ്ട ഇടമാണ്. അവിടേക്ക് ഇത്തരത്തിലൊരു ഷൂട്ടിങ്ങിനായി അനുമതി നൽകിയത് അത് ഏത് അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോഴും വ്യക്തമാക്കാത്തത്. അവിടെ
പ്രതിഷേധം ഉന്നയിച്ച ഈ ഓട്ടോ ഡ്രൈവർ അടക്കം പ്രതിഷേധം ഉന്നയിച്ചുവെങ്കിലും അവരെ അവിടെ നിന്ന് നീക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിലേക്ക് ഇടപെടുവാനോ അല്ലെങ്കിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുവാനോ അവിടെ ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിസപ്ഷനിലേക്ക് രോഗികളുമായി വരുന്നവർ ആദ്യം റിസപ്ഷനിലേക്ക് പോകുമ്പോൾ റിസപ്ഷൻ ഈ അത്യാഹിത വിഭാഗം ഇരിക്കുന്ന ഭാഗത്തു നിന്നും മാറ്റി ഈ ആശുപത്രിയുടെ പിറകു ഭാഗത്തായിട്ടാണ് സൌകര്യം ഒരുക്കിയത്. അവിടെ ചെന്ന് ടോക്കൺ എടുത്തതിന് ശേഷം മറ്റൊരു വഴിയിലൂടെ ഉള്ളിലേക്ക് കടക്കാം എന്നൊരു വിശദീകരണമാണ് ഈ ആശുപത്രിയിൽ നിന്നും റിസപ്ഷനിലുള്ളവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. ഒരു ആശുപത്രിയിൽ, അതും തിരക്കേറിയ അങ്കമാലിയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി രോഗികളെ വലച്ച് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിയ രോഗികൾക്ക് പോലും ചികിത്സ നിഷേധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സിനിമയുടെ ചിത്രീകരണം നടത്തി എന്നുള്ളത് വലിയ വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എത്രയും വേഗം 7 ദിവസത്തിനുള്ളിൽ ഇതിനൊരു വിശദീകരണം നൽകാൻ, ആരാണ് ഈ സിനിമാ ചിത്രീകരണത്തിനായി അനുമതി നൽകിയത് എന്നതിലൊരു വിശദീകരണം നൽകുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ അനുമതി. ഇതേ രീതിയിൽ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സിനിമാ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലും നടക്കാറുണ്ട്. ചില ആളുകൾ ഒരൊറ്റപ്പെട്ട ശബ്ദമുയർത്തുമെങ്കിൽ പോലും അവർക്ക് അനുമതിയുണ്ട്, ഇതിനുള്ള അനുമതി ഞങ്ങൾ തേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സിനിമാ ഷൂട്ടിംഗ് വീണ്ടും പുരോഗമിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ അത്തരം വീഴ്ച ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസിലോ മറ്റോ ആരെങ്കിലും പരാതിയുമായി സമീപിച്ചിട്ടുണ്ടോ നവമി? ഇതുവരേക്കും പോലീസിനോട് ഇത് പരാതിയുമായി ആരും ഉന്നയിച്ചിട്ടില്ല. ഈ ഓട്ടോ ഡ്രൈവർ, ഇന്നലെ രാത്രി രോഗിയുമായി എത്തിയ ഓട്ടോ ഡ്രൈവറാണ് ഈ വിഷയം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ ഈ അത്യാഹിത വിഭാഗം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം അറിയുകയും ചെയ്തത്. പിന്നീട് ഇത് മാധ്യമങ്ങളിലെ വാർത്തയാവുകയും ഇതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ആശുപത്രി അധികൃതരോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. സാധാരണ ഈ സിനിമകൾക്ക് ഷൂട്ടിങ്ങിനായി ആശുപത്രികൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ നമ്മൾ ഈ സർക്കാർ സേവനം ലഭിക്കുന്ന ഇടങ്ങളൊക്കെ വിട്ടുകൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. പക്ഷേ അതപ്പോഴും ഈ പൊതുസേവനം തടസ്സപ്പെടാതെ, ഇപ്പൊ ആശുപത്രിയാണെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ ഈ റോഡുകൾ ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം. കാരണം ഇതൊരു സാധാരണക്കാരന്റെ ഇത് നേരിട്ട് ഈ രോഗികളെ ബുദ്ധിമുട്ടിച്ച് നേരിട്ട് കണ്ട ഓട്ടോ ഡ്രൈവർ അവിടുത്തെ കാര്യങ്ങൾ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറി ഫ്രണ്ടിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാസനയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടിച്ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ളൊരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കൊന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ബോധം വേണ്ടേ? സാധാരണക്കാർ വരുന്ന ഈ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ സിനിമ ഷൂട്ടിങ്. ഈ അടുത്തിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. അതിൽ ഗുണാക്കേവ് അതുവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച് നമ്മൾ ഞെട്ടിച്ച കലാകാരന്മാരുള്ള കേരളത്തിലെ ഈ സിനിമാ ലോകത്തിന് ഒരു സെറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പോക്കൃതരൊക്കെ ഇത് ഈ നാട്ടിൽ നടക്കുള്ളൂ. നമ്മുടെ ആരോഗ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റൊക്കെ കേരളത്തിലെ ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മെച്ചപ്പെടുത്തിയ രീതിയിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി കൊണ്ട് സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും ഇഴുത്തി കാണിക്കുകയുള്ളൂ.
അതിലുപരി സാധാരണക്കാരുടെ ജീവന് പുല്ല് വില വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടമായ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ആദ്യം നിർത്തേണ്ടത്. ഇത് ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരുമില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരുമില്ല, ആരുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണപ്പെട്ട ആളുകളാണ്, അവരുടെ ജീവന് ഒരു വിലയില്ല. അപ്പം ഞാൻ ഇത് പിടിക്കുന്നത് തന്നെ സാധാരണക്കാർ അവസാനം വന്ന് കിടക്കുന്ന ഈ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് പിടിക്കണേ അല്ല, അങ്കമാലി മോർച്ചറി. ഈ മോർച്ചറി മാത്രം ഒഴിഞ്ഞിടക്കുന്നുണ്ട്. അത് ചത്ത് അനാഥപ്രേതം പോലെ നമ്മൾ കിടക്കേണ്ട മോർച്ചറി ഇവിടെ അനാഥമായി കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട അത്യാഹിത വിഭാഗം അവിടെ സിനിമ ഷൂട്ടിംഗ് നടത്തുന്നു. ഇതാണ് കേരളത്തിലെ ആരോഗ്യ പരിപാലനം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു. നവമി ദിനേശിലേക്ക് വേണ്ടി, നവമി, ഈ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ഓട്ടോ ഡ്രൈവറെ അഭിനന്ദിക്കണം. കാരണം അദ്ദേഹം ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്, ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ്, ഒരു പൗരന്റെ ചോദ്യമാണ്. കാരണം മഞ്ഞുമൽ ബോയ്സ് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഗുണ കേവ് സെറ്റിട്ട അതേ രീതിയിൽ വലിയ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ളതാണ് നമ്മുടെ സിനിമാ ലോകം. പക്ഷെ ഇവിടെ അതേ രീതിയിൽ ഒരു സെറ്റിട്ടുകൊണ്ട് സിനിമ ചിത്രീകരണം നടത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഏതാനും നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് നടൻ ജോജു ഇവിടെ ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ രംഗത്തിറങ്ങിയാണെന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് അന്ന് ജോജു പ്രതിഷേധിക്കുകയും നമ്മളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതേ രീതിയിൽ സിനിമാ ലോകം അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ രോഗികളെ വലയ്ക്കുന്ന രീതിയിൽ സിനിമാ ചിത്രീകരണവുമായി രംഗത്തെത്തി അത് പ്രതിഷേധിക്കേണ്ടതാണ്. ഇവർക്ക് അനുമതി നൽകിയത് ആരാണ്? അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരത്തിൽ അത്യാഹിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പൊതുസേവനം, ഈ ജനങ്ങളുടെ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഷൂട്ടിംഗ് തന്നെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെ സർക്കാർ ഇറക്കണം. കാരണം സാധാരണക്കാരുടെ, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത് പോലെ സാധാരണക്കാർ ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്നവരാണ്, സാധാരണക്കാരാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്കൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയെത്തുന്നവരാണ്. അവിടെ എത്തുമ്പോഴാണ് സിനിമാ ഷൂട്ടിംഗിന്റെ പേരിൽ അവരുടെ ഈ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഈ അണിയറ പ്രവർത്തകർ, ഈ സിനിമയുടെ പ്രവർത്തകർക്കും അതിലൊരു ബോധമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഞാനും ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം അത്യാഹിത വിഭാഗത്തിലൊക്കെ എത്ര മണിക്കൂർ ആയിക്കോട്ടെ, ഇപ്പോ 9 മണി മുതൽ പുലർച്ചെയുള്ളൊരു ഷൂട്ടിംഗ് ആണ്, 1 മണിക്കൂർ ആയിക്കോട്ടെ, ആ 1 മണിക്കൂറിൽ എത്ര ജീവനാണ് പൊലിയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങുകൾ അത് നിരോധിക്കുക തന്നെ വേണം. ഈ ഗുണാക്കേവ് പോലെ തന്നെയാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്നൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിരുന്നു. അതിന്റെ സെറ്റിട്ടതായിക്കോട്ടെ ഏലൂര്. അപ്പോൾ ഒരു അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഒരു കേവിന്റെ വരെ സെറ്റിടാൻ കഴിയുന്ന നമ്മുടെ മലയാള സിനിമയ്ക്ക് പിന്നെ എന്താണ് ഒരു ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു സെറ്റിടാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെട്ടിടത്തിൽ അവർക്ക് ഒരു ആശുപത്രിയുടെ സെറ്റിടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ അത്യാഹിത വിഭാഗത്തിൽ അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികളുടെ ചികിത്സ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് എന്തിനാണ് അവരെത്തുന്നത്? കാരണം ഈ തന്റെ രോഗാവസ്ഥയെ കുറിച്ച് ഒരിക്കൽ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ ഫഹദ് ഫാസിൽ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാം ഒരു രോഗാവസ്ഥയും രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമൊക്കെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരിച്ച ഒരു നടൻ തന്നെയാണ്. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഒരു ആശുപത്രിയിൽ, അതും രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചിത്രീകരണം നടത്തുക എന്ന് പറയുമ്പോൾ അതായത് നവമി സൂചിപ്പിച്ചു, ഈ ഓട്ടോ ഡ്രൈവറൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഇവർക്കൊരു സാമാന്യ ബോധമില്ലേ എന്ന്. പക്ഷേ ബോധമില്ലാഞ്ഞിട്ടല്ല, ഇതിനുള്ള എന്തും നമ്മുടെ നാട്ടിൽ നടക്കും എന്നത് തന്നെയല്ലേ ഇതുപോലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവരൊക്കെ സിനിമാ ചിത്രീകരണവുമായി രംഗത്തെത്താനുള്ള കാരണം. അതെട്ടോ, ബോധമില്ലായ്മയല്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ ചോദിക്കാനും ആരുമില്ല, അതിന് അനുമതി നൽകാൻ നമ്മുടെ സർക്കാരും ഉണ്ടെന്നുള്ളൊരു
സന്ദേശം കൂടിയാണ് ഈ ചിത്രീകരണത്തിലൂടെ, അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പോലും നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു സിനിമാ ഷൂട്ടിംഗ് നടത്തി എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് സർക്കാർ തന്നെ അല്ലെങ്കിൽ ആശുപത്രിയുടെ അധികൃതർ തന്നെയാണ് ഇതിന് അനുമതി നൽകുന്നത്. ഇങ്ങനെ അനുമതി നൽകുന്നത് കൊണ്ട് മാത്രമാണല്ലോ ഇവിടെ അവരെ ഷൂട്ട് ചെയ്യാനും ഒക്കെ അവരവിടെ എത്തുന്നതും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ഈ ഒരു ആരോഗ്യമന്ത്രി അടക്കം ഇടപെടുമെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടപെടട്ടെ. ഈ രോഗികളായ പാവപ്പെട്ടവരായ രോഗികളുടെ ചികിത്സ നിഷേധിക്കാതെ, അവരുടെ അവകാശത്തെ നിഷേധിക്കാതെ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സിനിമാ ചിത്രീകരണത്തിന് ഇന്ന് രാത്രി അവരവിടെ വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെയും ഇന്നും ആണ് ഈ ഷൂട്ടിങ്ങിനായി അനുമതി നൽകിയിരിക്കുന്നത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നീണ്ടുനിന്നു. അതിൽ ഒരുപാട് ആളുകൾക്കാണ്, ഒരുപാട് രോഗികൾക്കാണ്, എമർജൻസിയായി വന്ന ഒരുപാട് പേരുടെ ചികിത്സയാണ് അവിടെ നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നും അവർ എത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട സാഹചര്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇവർക്ക് അനുമതി നിഷേധിക്കും എന്ന് തന്നെ നമ്മളും വിചാരിക്കുന്നുണ്ട്. എന്തായാലും 7 ദിവസത്തിനകം ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നുള്ളൊരു വിശദീകരണം നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പും ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിവരങ്ങൾ നൽകിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോടും നിർദ്ദേശം നൽകിയിരിക്കുന്നത്.